ന്യൂ SCERT 8ാം ക്ലാസ്സിലെ അധ്യായം 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നെ അംബേദ്കറുടെ ഒരു കോട്ടിങ്ങോട് കൂടിയാണ് തുടങ്ങുന്നത്. നോക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇത് BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നവംബർ 25 1949 പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളായും രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരൻ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇത് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഉപസമിതിയുടെ എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3 പ്രധാന ഉപസമിതികളിലും അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. രൂപീകരണ വേളയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389 ആയിരുന്നു. അതായത് തുടക്കത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങളായിരുന്നു? 389 പേരുണ്ടായിരുന്നു. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി ഭരണഘടനാ നിർമ്മാണ സഭ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അതായത് 47 ശേഷം പാകിസ്ഥാൻ പിരിഞ്ഞു പോയതോടുകൂടി 389 നിന്ന് 299 അംഗങ്ങളായി കുറഞ്ഞു. ഇനി ബോക്സിൽ നോക്കാം. ഭരണഘടനാ ദിനം നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. നവംബർ 26 നമ്മൾ ആചരിക്കുന്നത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആചരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ, പ്രധാനപ്പെട്ട റൈറ്റ്സിനെ കുറിച്ചാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. ഉന്നയിക്കപ്പെടുന്ന അവകാശങ്ങളിൽ സമൂഹം സ്വീകരിക്കപ്പെടുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനായി ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനമുണ്ടായാൽ അതിനുള്ള പരിഹാരവും ഭരണഘടനയിൽ തന്നെ ഉറപ്പാക്കുന്നു. ഇനി അടുത്തത് മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യൻ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മനുഷ്യ അവകാശങ്ങൾ. അതായത് മനുഷ്യർക്ക് നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട അവകാശങ്ങൾ. അടുത്തത് മൗലിക അവകാശങ്ങൾ. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ.
അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്നാണ് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. ഇനി മൗലിക അവകാശങ്ങളുടെ നാൾവഴി. മാഗ്ന കാർട്ട 1215 പൗര അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ഔദ്യോഗിക രേഖയാണെന്ത് മാഗ്ന കാർട്ട. ഇത് നിലവിൽ വന്നത് 1215 എന്താണ് പൗരിക അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ്. അടുത്തത് അമേരിക്കൻ അവകാശ പത്രിക. ഇത് വന്നത് 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക 1789. അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് 1789. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. എല്ലാ അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ അടുത്തതായി നമ്മൾ 1215 മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിവരമാണ് അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്നതിൻ്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം. മാഗ്ന കാർട്ട അർത്ഥം വലിയ പ്രമാണം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും മാഗ്ന കാർട്ട പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പം ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. അടുത്തതാണ് അമേരിക്കൻ അവകാശ പത്രിക. അത് 1789 നിലവിൽ വന്നു. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ അവകാശ പത്രികയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ബിൽ ഓഫ് റൈറ്റ്സ്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അടുത്തത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നു. അതായത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണെന്ത്?
മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നു. അടുത്തതെന്താണ്? മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ. ആദ്യം മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് സ്വാധീനിച്ച ഘടകങ്ങളാണ് പറയാൻ പോകുന്നത്. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ, ലോക സാഹചര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ, മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകൾ എന്നിവയാണ്. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഭാഗം 3. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. അതായത് മൗലികാവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. സാധാരണമായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങൾ തന്നെയാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. ഇനി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ. ഒന്നാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ്സ് ടു ഇക്വാലിറ്റി. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 14 മുതൽ 18 വരെ. ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമത്വത്തിനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണ്? നിയമത്തിനു മുന്നിൽ തുല്യത, തുല്യ നിയമ സംരക്ഷണം, മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം, പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശമാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് ഇത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14 മുതൽ 18 വരെ. ഭരണഘടനയെ പ്രതിപാദിച്ചിട്ടുള്ള സമത്വത്തിനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിയമത്തിനു മുന്നിൽ തുല്യത, തുല്യ നിയമ സംരക്ഷണം, മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല. പിന്നെ ഹോട്ടലുകൾ, കടലുകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം, പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവയാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്തതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ. അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റി പറയുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇത്രയുമാണ് അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ ഏതാണ്? അനുച്ഛേദങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പം ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങൾ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതായത് ഇപ്പോൾ എമർജൻസിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ചില മൗലിക അവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്യാറുണ്ട്. അതാണ് യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത് നോക്കാം വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭരണഘടനാ ഭേദഗതി. നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. മൗലികാവകാശം വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭരണഘടനാ ഭേദഗതി. അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് നിയമം പ്രാബല്യത്തിൽ വന്ന് 2010 ഏപ്രിൽ 1 ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അടുത്തത് പറഞ്ഞത് ചൂഷണത്തിനെതിരായ അവകാശം. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. അതായത് ചൂഷണത്തിനുള്ള അവകാശം എന്ന് വെച്ചാൽ എന്താണ്? അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 23 24. അത് ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് ചൂഷണത്തിനെതിരായി പറയുന്നുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നത്? അനുച്ഛേദം 23 24. ഇനി നോക്കാം. എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. അതായത് അടിമ ജോലിയും മനുഷ്യക്കടത്തും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. അതായത് അടിമത്വം നിരോധിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. അതായത് ബാലവേല നിരോധിക്കുന്നതാണ് അനുച്ഛേദം 24. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. അതായത് മതസ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നവയാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, മനസാക്ഷിക്കനുസരിച്ച് മതസ്വാതന്ത്ര്യം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും. അപ്പോൾ മതസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നവയാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, മനസാക്ഷിക്കനുസരിച്ച് മതസ്വാതന്ത്ര്യം പിന്തുടരുന്നതിനുള്ള സ്വാതന്ത്ര്യം, എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും ഇവയൊക്കെയാണ്. ഈ അവകാശങ്ങൾ പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ഇത്രയും അവകാശങ്ങളൊക്കെ നമ്മൾ കൊടുത്താലും ഇവ പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ.
മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭവങ്ങളേക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ എന്താണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളേക്കാൾ എണ്ണത്തിൽ കുറവുള്ളവർ, ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അപ്പം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. ഇതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിക്കുവാനും സാധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതാണെന്ന് നോക്കാം. ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, ലിംഗന്യൂനപക്ഷങ്ങൾ. ഏതൊക്കെയാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, ലിംഗന്യൂനപക്ഷങ്ങൾ. അടുത്തതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതായത് വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയിലെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. അതായത് നമുക്ക് ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് റിട്ടുകളിലൂടെയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. അതായത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇതിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ്. അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഡോക്ടർ BR അംബേദ്കർ എന്ത് പറഞ്ഞു? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്ന് വിശേഷിപ്പിച്ചു. അടുത്തത് നമുക്ക് റിട്ടുകളെ കുറിച്ച് പഠിക്കാം. റിട്ടുകൾ പലവിധം. ഒന്ന്, ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അതായത് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. അപ്പം മാൻഡമസ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. അപ്പം റിട്ടുകൾ എത്ര എണ്ണമാണ്? ആകെ 5 വിധമാണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, സെർഷോററെ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. നോക്കാം. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം 29 മുതൽ 30 വരെ അനുച്ഛേദങ്ങളാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ഫ്ലോ ചാർട്ട് ഒന്നുകൂടെ നോക്കാം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ അനുച്ഛേദങ്ങളിലാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം
19 മുതൽ 22 വരെ അനുച്ഛേദങ്ങളിൽ ചൂഷണത്തിനെതിരായ അവകാശം 23ഉം 24ഉമാണ് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അനുച്ഛേദം 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. നിർദ്ദേശങ്ങളുടെ തത്വങ്ങളുടെ ലക്ഷ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. നിർദ്ദേശ തത്വങ്ങൾ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4, അനുച്ഛേദം 36 മുതൽ 51 വരെ. അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ കോടതിയുടെ പിൻബലത്തോടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. നിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4, അനുച്ഛേദം 36 മുതൽ 51 വരെ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിബന്ധനകളാണിവ. അതായത് നിർദ്ദേശ തത്വങ്ങൾ എന്നാൽ ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണങ്ങളിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളിലെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. അപ്പോൾ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം: ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സമൂഹ ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളെ സ്പർശിക്കുന്നുവെന്ന് നോക്കാം. ജനക്ഷേമം, സാമ്പത്തികം, പരിസ്ഥിതി, സാമൂഹിക സാമ്പത്തിക നീതി, അധികാര വികേന്ദ്രീകരണം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, നിയമം, തൊഴിൽ. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സമൂഹ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളെയാണ് സ്പർശിക്കുന്നത്? ജനക്ഷേമം, സാമ്പത്തികം, പരിസ്ഥിതി, സാമൂഹിക സാമ്പത്തിക നീതി, അധികാര വികേന്ദ്രീകരണം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, നിയമം, തൊഴിൽ എന്നിവ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 3 ആശയങ്ങളാണ് ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിവ. അതിൽ ഉദാര ആശയങ്ങളിൽ ഉൾപ്പെടുന്നവ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമ സഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഒന്നുകൂടെ പറയാം. ഉദാര ആശയങ്ങളിൽ ഉൾപ്പെടുന്നവ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. അടുത്തതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. അതിലുൾപ്പെടുന്നവ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഒന്നുകൂടെ പറയാം. സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. അടുത്തത് ഗാന്ധിയൻ ആശയങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവയാണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെ ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഒന്നുകൂടെ പറയാം. ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇനി മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ.
ഗവൺമെൻറ് അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. മൗലികാവകാശങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളാവട്ടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. അടുത്തത് പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെയാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളാകട്ടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. ഇത് കോടതി വഴി നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അടുത്തത് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയവയാണ്. അപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങളൊക്കെ ചില സാഹചര്യത്തിൽ നിയമം മൂലം പ്രയോഗത്തിൽ വരുത്താറുണ്ട്. എങ്ങനെയാണ്? സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ. ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് പറഞ്ഞതാരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളുമുണ്ടെന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ സൂചിപ്പിക്കുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പൗരർ പാലിക്കേണ്ട ചില കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പം പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശക തത്വങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചത്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976 42 ഭേദഗതി. 1976 42 ഭേദഗതിയിലാണ് ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 51A.
മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 51A. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. അനുച്ഛേദം 51A ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് പൗരൻ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. ഇതൊരു പ്രാവശ്യം PYQ വന്നതാണ്. നോക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റ് ചിലത് പൗരധർമ്മപരമായതുമാണ്. 11 ചുമതലകളാണ് ആകെ മൗലിക കർത്തവ്യങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അവയിൽ ചിലത് എന്താണ്? ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ്. പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാകണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പം പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഇത്രയായതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പ് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്